PSC പരീക്ഷകൾക്ക് പഠനം നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എപ്പോഴും കൂടുതൽ ഇഷ്ടമുള്ളത് കൂടുതൽ പഠിക്കുക എന്നുള്ളൊരു താല്പര്യം നമുക്കുണ്ടാകും. അതായത് എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം ഹിസ്റ്ററി ആണെങ്കിൽ വീണ്ടും ഹിസ്റ്ററി വായിക്കാനും പഠിക്കാനുള്ളൊരു താല്പര്യം എന്നിലുണ്ടാകും. അത്തരം താല്പര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ ഇതുവരെ എക്സ്പോഷർ കിട്ടാത്ത മേഖലകൾ, ശരിയായ രീതിയിൽ പഠിക്കാത്ത മേഖല, ഉദാഹരണമായിട്ട് ജിയോഗ്രഫി ആയിരിക്കാം, അല്ലെങ്കിൽ ഇക്കണോമിക്സ് ആയിരിക്കാം, ഇങ്ങനെയുള്ള മേഖലകളിലേക്കും കൂടി കടന്നു ചെന്ന് പഠിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അതായത് അതൊരു കഷ്ടപ്പാടാണ് എന്ന് കരുതാതെ അതിനെ ആ ഒരു അധ്വാനത്തെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മളുടെ പൊസിഷൻ കൂടുതൽ ഉയരത്തിലേക്ക് കയറി പോകുന്ന മനസ്സ് കണ്ടുകൊണ്ട് പഠിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാൻ പറ്റും. അധ്വാനം ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ നമ്മൾ മെല്ലെ വിജയിച്ചു തുടങ്ങും. ഈ കാര്യം ഓർക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ മാത്രം സ്പെഷ്യലിസ്റ്റ് ആയിക്കൊണ്ട് നമുക്ക് PSC പരീക്ഷകൾ ജയിക്കാൻ, പ്രത്യേകിച്ച് ജനറൽ PSC പരീക്ഷകൾ ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോടുള്ള അമിതമായ ആവേശം ഒഴിവാക്കി എല്ലാ സബ്ജക്റ്റിനോടും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മനസ്സിനെ മാറ്റി കൊണ്ടുവന്നേ തീരും. അപ്പോൾ അടുത്ത PSC പരീക്ഷ വിജയിക്കാനുള്ള നിങ്ങളുടെ ശ്രമം ഇന്ന് തന്നെ ആരംഭിക്കുക. എപ്പോഴും ഓർക്കുക, ഇതൊരു വലിയ പരീക്ഷയാണ്. 100 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന സബ്ജക്റ്റിൽ ചിലപ്പോൾ 5 ചോദ്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഈ കാര്യം മറക്കരുത്.